ശാന്തി നമുക്ക് പ്രിയങ്കരമായ ശ്രീനിവാസൻ എംബ്രാന്തിയെ ഈ മഹത് ദിവസം നമ്മളിവിടെ ആദരിക്കുകയാണ്. കഴിഞ്ഞ 25 വർഷക്കാലമായി തികഞ്ഞ ഉപാസനയോടും നിറഞ്ഞ ഭക്തിയോടും സേവന സമർപ്പണത്തോടും കൂടി ദേവി ഉപാസിച്ചതിന് ദേവിയുടെ ഭക്തന്മാര് അദ്ദേഹത്തെ അനുമോദിക്കുകയാണ്. ഇതിന്റെ സ്വർണ്ണോപഹാരം അതിന്റെ പ്രതീകമായി സമർപ്പിക്കുന്നത് ഈ ക്ഷേത്രത്തിന്റെ പുരാണനും നമുക്കേറെ ആദരണീയനുമായ ചിറ്റൂർ എസ് നാരായണ നമ്പൂതിരിപ്പാടുകളാണ്. പൊന്നാട നയിക്കുന്നത് ക്ഷേത്രത്തിന്റെ തന്ത്രി ബ്രഹ്മശ്രീ KPC വിഷ്ണുഭട്ടതിരിപ്പാടാണ്. പ്രശസ്തി സമർപ്പണം നടത്തുന്നത് പത്മശ്രീ തിരുവനം കുട്ടന്മാരാണ്. നമ്മുടെ ഔപചാരികമായ ലളിതമായ കൃത്യമായ ഈ പരിപാടി സമാരംഭിക്കുന്നു. ആദ്യമായി ദീപം തെളിയിക്കുന്നതിന് ഈ ക്ഷേത്രത്തിന്റെ തന്ത്രി KPC വിഷ്ണുഭട്ടതിരിപ്പാട് ഉപയോഗിച്ചു. ഭൂഗോളം ഉദിബ്രദേ ദൈത്യം ധാരയതേ ബലൂസലയതേ തത്രക്ഷയോ പൂർവതേ പൗലസ്യം ജയതേ ഫലം കലയതേ കാരുണ്യമാനന്മതി മ്ലേച്ഛാനുചയതേ ദശാകൃതി കൃതേ കൃഷ്ണായ തുഭ്യം നമഃ. കമലാകൂത മണ്ഡല കൃഷ്ണ കമലാകൂത മണ്ഡല ധൃതകുണ്ടല കമലാകൂത മണ്ഡല ധൃതകുണ്ടല പരിതലളിത കൃഷ്ണ ജയ ജയ ദേവ ഹരേ കൃഷ്ണ
ഹരേ കൃഷ്ണ ജയ ജയ ദേവ ഇവിടെ അവതരിപ്പിച്ചത് പ്രിയനും ശങ്കരനാരായണ മാരാരും യദു എസ് മാരാരുമാണ്. അടുത്തായി ഇതിൻ്റെ പ്രധാന ചടങ്ങായ സ്വർണ്ണോപഹാര സമർപ്പണമാണ്. സ്വർണ്ണോപഹാരം സമർപ്പിക്കുന്നതിന് ചിറ്റൂർ എസ് നാരായണൻ നമ്പൂതിരിപ്പാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരാൾ. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. സ്വീകരിക്കുന്നതിന് ശ്രീനിവാസന്റെ പ്രാർത്ഥനയെ ക്ഷണിക്കുന്നു. ചിറ്റൂർ എസ് നാരായണൻ നമ്പൂതിരിപ്പാട് നമ്മൾ രണ്ടുപേർ സംസാരിക്കും. ബ്രഹ്മസൂത്ര ഭാഷ്യത്തില് ശങ്കരാചാര്യർ പറയുന്നുണ്ട്, പ്രലീയമാനമതിചേതും ജഗത് ശക്തി അവശേഷമേവ പ്രലീയത ശക്തി മൂലമേവ പ്രഭവതി. ഈ കാണുന്ന ബ്രഹ്മാണ്ടം മുഴുവൻ ഒരു ശക്തിയാണ്. ഇത് മൂലം സൃഷ്ടിക്കുന്നതും ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നതും ഇത് അവസാനം ലയിക്കുന്നതും എല്ലാം ഒരു പരമമായ ശക്തിയാണ്. ആ ശക്തി ചലനാത്മകമായിട്ടുള്ള ശക്തിയാവുമ്പോൾ നമ്മൾ കാളി എന്ന് പറയുന്നു. കാളി എന്നുള്ള വാക്കിനർത്ഥം ചലിക്കുന്ന ചലനാത്മകമായിട്ടുള്ള ശക്തി. അത് ഭദ്ര ആവുമ്പോൾ മംഗളദായിനിയായിട്ട് ഭക്തജനങ്ങളെ അനുഗ്രഹിക്കാനായിട്ട് ഉള്ള ആ ശക്തി ആയിട്ട് മാറുകയാണ്. അല്ലെങ്കിൽ നമ്മൾ സങ്കല്പിക്കണം. അങ്ങനെ പ്രപഞ്ചത്തിന് മുഴുവൻ മംഗളം നൽകിക്കൊണ്ട് വർത്തിക്കുന്ന ആ ശക്തിയെ ആഹ്വാനം ചെയ്യുക, തന്നിൽ സൃഷ്ടിച്ച് അത് ബിംബത്തിന്മേൽ ആവാഹിച്ച് ആ ശക്തിയെ നിലനിർത്തുക, ബിംബത്തിലും ക്ഷേത്രത്തിലും നിലനിർത്തുക, അത് ജനങ്ങൾക്ക് ആ മംഗളം നൽകുന്ന ഒരു ഭാവം സൃഷ്ടിക്കുക. ഇതാണ് തന്ത്രിയുടെയും മേശാന്തിയുടെയും ജോലി. 25 കൊല്ലമായിട്ട് ഈ മംഗളശക്തിയെ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ള ശ്രീനിവാസൻ എമ്പ്രാന്തിരിക്ക് ഈ ഭക്തജനങ്ങളുടെ വകയായിട്ട് ഒരു ഉപഹാരം അർപ്പിക്കുന്നത് തികച്ചും അനുയോജ്യമാണ് എന്ന് വിശ്വസിക്കുന്നു. ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഈ ക്ഷേത്രത്തിന്റെ തന്ത്രി ബ്രഹ്മശ്രീ KPC വിഷ്ണുഭട്ടതിരിപ്പാടാണ്. അല്ലാതെ അണിക്കുന്നതിനെ ദീർഘനവും സ്വീകരിക്കുന്നതിനായി ശ്രീനിവാസനെ ക്ഷണിക്കുന്നു. ശ്രീനിവാസന്റെ പ്രതിഫലേച്ഛയില്ലാതെ ഉള്ള പ്രവർത്തനം കൊണ്ട് മാത്രമാണ് ഈ അമ്പലം ഇത്രയും വലിയ തോതിൽ ഉയർന്നു വന്നത്. ഇനിയും ഭഗവതിയുടെ അനുഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടാവട്ടെ. കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് ശക്തി ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ നാടിൻ്റെ അഭിമാനമായ നമുക്ക് ഏവർക്കും ഏറെ പ്രിയങ്കരമായ പത്മശ്രീ പെരുമതി കുട്ടന്മാരാണ് പ്രശസ്തി സമർപ്പിക്കുന്നതിന് കുട്ടന്മാരായിരിക്കും സ്വീകരിക്കുന്നതിന് ശ്രീനിവാസൻ അഭിനയിച്ചിരിക്കുന്നു. ചരിത്രപ്രസിദ്ധമായ മേക്കാവ് ക്ഷേത്രത്തിൽ കഴിഞ്ഞ 4 നൂറ്റാണ്ടായി ഭക്താനുഗ്രഹ വിഗ്രഹയുടെ മൂർത്തിഭാവമായ പരാശക്തിയുടെ പാതാളവിന്ദകളിൽ പൂജ ചെയ്തു വരുന്ന ഭഗവതിയുടെ ഇഷ്ടദാസനായ ശ്രീ
ശ്രീനിവാസൻ എംബ്രാന്തിരി അവർകളെ മകരഭരണി ദിവസം 2011 ഫെബ്രുവരി 11 1186 മകരം 28 തട്ടക നിവാസികൾ ആദരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. 25 വർഷമായി മേക്കാവ് ഭഗവതിയെ ദീപാലങ്കാരം കൊണ്ടും മറ്റ് അലങ്കാരങ്ങൾ കൊണ്ടും തേജസ്വിനിയായി മംഗള രൂപിണിയായി ഭക്തജനങ്ങളെ അനുഗ്രഹിക്കാനും ആ അനുഗ്രഹം കൊണ്ട് എല്ലാം നല്ല ഐശ്വര്യങ്ങളും കൈതന്ന ഭക്തജനങ്ങളും ഏറെ ഇഷ്ടപ്പെടുന്ന ശ്രീനിവാസൻ എംബ്രാന്തിരി ഇന്നത്തെ ആദരവ് വളരെയേറെ ഉചിതമാണ്. ഭക്തജനങ്ങളുടെ മുഴുവൻ പങ്കാളിത്തത്തോടുകൂടി നടക്കുന്ന ഈ ആദരവ് നല്ലത് ചെയ്യുന്നതിനുള്ള പ്രതിഫലം മനസ്സിലുള്ള സ്നേഹ ആദരവായിട്ടാണ് ഇത് സമർപ്പിക്കുന്നത്. ഈ മേക്കാവിലമ്മ ഇത്രയ്ക്കും ഐശ്വര്യത്തോടെ കാണുന്നത് ശ്രീനിവാസൻ എംബ്രാന്തിരിയുടെ സമർപ്പണ ബുദ്ധിയോടുകൂടിയുള്ള വിളക്കുവെപ്പും അലങ്കാരങ്ങളും അതുപോലെ തന്നെ ഭക്തജനങ്ങൾ വരുമ്പോൾ വളരെ വിഷമത്തോടെ വരുന്ന ഭക്തജനങ്ങളെ അവരുടെ വിഷമത കേട്ട് ആശ്വാസങ്ങൾ നൽകി അതുപോലെ തന്നെ ഭഗവതിയുടെ പ്രസാദമായി നൽകുമ്പോൾ ആശ്രിതർക്കെല്ലാം ആശ്വാസം വരുന്നു. അതുകൊണ്ട് തന്നെ ഈ മേക്കാവ് ക്ഷേത്രം വളരെയധികം പുരോഗമിക്കുന്നതിൻ്റെയും കാരണം അതാണ്. ഇങ്ങനത്തെ സൽപ്രവൃത്തി ചെയ്യുന്നവരെ ആദരിക്കേണ്ട ഉത്തരവാദിത്തം നമുക്ക് ഏവർക്കുമുണ്ട്. നമ്മൾ അത് ഇവിടെ ഭഗവതിയുടെ പേരിൽ നിർവഹിക്കുകയാണ്. അദ്ദേഹത്തിന് ഇനി വളരെ കാലം മേക്കാവ് ക്ഷേത്രം ഭംഗിയായി ഇനി ഇതിനേക്കാൾ കൂടുതൽ പല നല്ല കാര്യങ്ങളും ചെയ്യാൻ ഭഗവതി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.